സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ കൂട്ടുകാരെ, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമിയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ് അൺസ്റ്റോപ്പബിൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് സിനിമയിലേക്ക് പോകാം. കിം മിൻ ഹോ രചനയും സംവിധാനവും നിർവഹിച്ച് 2018-ൽ പുറത്തിറങ്ങിയ ഒരു ദക്ഷിണ കൊറിയൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അൺസ്റ്റോപ്പബിൾ. മാ ഡോങ് സിയോക്, സോങ് ജി ഹ്യോ, കിം സുൻ ഹോ, കിം മിൻ ജെ, പാർക്ക് ജി ഹ്വാൻ, ബേനൂറി എന്നിവർ ഇതിൽ അഭിനയിക്കുന്നു. ചിത്രത്തിൽ സമുദ്രവിഭവ വിതരണക്കാരനായി മാറിയ ഒരു മുൻ ഇതിഹാസ ഗുണ്ടാസംഘം മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്ന് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ ഒരു കുരിശുയുദ്ധം നടത്തുന്നു. സിനിമ തുടങ്ങുന്നത് കാങ് ഡോങ് ചിയോൾ ഒരു സൗമ്യനായ സമുദ്രവിഭവ വിതരണക്കാരനാണ്. വിവിധ ബിസിനസ് അവസരങ്ങളിലൂടെ വലിയ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം ഒടുവിൽ തകർന്നു. ധാരാളം പണം നഷ്ടപ്പെട്ടു. ഇത് ഭാര്യ ജീസുവിനെ അലോസരപ്പെടുത്തി. ഒരു വൈകുന്നേരം കിങ് ക്രാബ് വിതരണം ചെയ്ത് ഒരു പുതിയ റെസ്റ്റോറന്റ് തുറക്കുന്നതിലൂടെ മത്സ്യബന്ധന വ്യവസായത്തിൽ ഒരു പുതിയ അവസരത്തെക്കുറിച്ച് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഡോങ് ചിയോളിന്റെ കാർ പിന്നിൽ മനുഷ്യക്കടത്തുകാരനായ ഗീട്ടയുടെ കാറുമായി ഇടിക്കുന്നു. അയാൾ ജീസുവിൽ ആകൃഷ്ടനാകുകയും അടുത്ത രാത്രി അവളെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് ഡോങ് ചിയോൾ വീട്ടിലെത്തുമ്പോൾ ജീസു തട്ടിക്കൊണ്ടുപോയതായി അയാൾ മനസ്സിലാക്കുന്നു. അവിടെ ഭാര്യയെ വാങ്ങുന്നതിന് പകരമായി ഗീട്ടയിൽ നിന്ന് ഒരു ബാഗ് നിറയെ പണം അയാൾക്ക് ലഭിക്കുന്നു. എന്നിരുന്നാലും ഡോങ് ചിയോൾ ഒരു ഇതിഹാസ പോരാളിയും ഗുണ്ടാസംഘവുമാണെന്ന് ഗീട്ടയ്ക്ക് അറിയില്ല. ഇപ്പോൾ ഭാര്യയുടെ നിർബന്ധപ്രകാരം ശാന്തമായ ജീവിതം നയിക്കുന്നു. ഡോങ് ചിയോൾ തന്റെ സുഹൃത്ത് ചൂൺ സിക്ക്, വിരമിച്ച ഇൻസ്പെക്ടർ ഗോംസജാങ് എന്നിവരോടൊപ്പം ഒരു തിരച്ചിൽ ആരംഭിക്കുന്നു. ഇത് അവരെ ഒരു കാസിനോയിലേക്ക് നയിക്കുന്നു. അവിടെ ഗുണ്ടാസംഘങ്ങൾ ജൻസിയാങ് തുറമുഖത്ത് നിന്ന് ലോറാസെപാമും പ്ലേറ്റുകളും കടത്തുന്നതായി അവർ കണ്ടെത്തുന്നു. ബിസിനസ് ക്ലബിന്റെ മാനേജർ പാർക്ക് ഇൻചാങ്ങിനെ അവർ കണ്ടെത്തുന്നു. ജീസുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇൻചാങ് അവിടെയുണ്ടെന്ന് ഡോങ് ചിയോൾ ഇൻചാങ്ങിന്റെ കാർ പരിശോധിക്കുന്നു. ഡോങ് ചിയോൾ ഇൻചാങ്ങിനെ പിടികൂടാൻ ശ്രമിക്കുന്നു, പക്ഷേ അയാൾ രക്ഷപ്പെടുന്നു. പോലീസ് വകുപ്പിന്റെ സഹായത്തോടെ ഡോങ് ചിയോൾ മരിച്ചുപോയ ഒരു ഭാര്യയുടെ ഭർത്താവിനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കോമയിലായിരുന്ന ഭാര്യയെ വിൽക്കാൻ ഗീട്ടെ തനിക്ക് പണം വാഗ്ദാനം ചെയ്തതായി ഭർത്താവ് വെളിപ്പെടുത്തുന്നു. മനസ്സില്ലാമനസ്സോടെ ഭർത്താവ് അത് അംഗീകരിക്കുകയും കുറ്റബോധം തോന്നുകയും ചെയ്ത ശേഷം പോലീസ് ആസ്ഥാനത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് ഡോങ് ചിയോളിന് ഒരു ഫയൽ നൽകുന്നു. ഫയലിൽ ഗീട്ടയുടെ കൂട്ടാളിയായ ഡേസുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു ധനകാര്യ കമ്പനിയുടെ ബിസിനസ് കാർഡ് ഡോങ് ചിയോൾ കണ്ടെത്തുന്നു. അവർ അബദ്ധത്തിൽ അവരുടെ കാർ ഇടിച്ചപ്പോൾ ഡേസുങ്ങിന് മുമ്പ് സമാനമായ ഒരു കാർഡ് നൽകിയിരുന്നു. ഡേസുങ്ങിനെ ഡോങ് ചിയോൾ തട്ടിക്കൊണ്ടുപോകുന്നത് നേരിടുന്നു. ഇത് CCTV ക്യാമറകളിൽ നിന്ന് ഗീട്ടെ സാക്ഷ്യപ്പെടുത്തുന്നു. ജീസുവിന്റെ അതിജീവനത്തിനായി ഡേസുങ്ങിനെ കൊല്ലാൻ ഗീട്ടെ ഡോങ് ചിയോളിനെ വിളിക്കുകയും അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. ഡേസുങ്ങിനെ അബോധാവസ്ഥയിലാക്കുന്നതുവരെ ഡോങ് ചിയോൾ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നു. അത് അവനെ കൊല്ലാൻ തോന്നിപ്പിക്കുന്നു. ഇത് ഗീട്ടയെ ബോധ്യപ്പെടുത്തുന്നു. അയാൾ ജീസുവിനെ വെറുതെ വിടുകയും ഡോങ് ചിയോളിനോട് പണം കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നു. മൂവരും ഡേസുങ്ങിനെ പുനരുജ്ജീവിപ്പിച്ച് ചോദ്യം ചെയ്യുമ്പോൾ കടത്തപ്പെട്ട പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും പിതാക്കന്മാരും പണത്തിനു പകരമായി ഭാര്യമാരെയോ പെൺമക്കളെയോ വിൽക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് അവനിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പണം മോഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നു. ഡോങ് ചിയോൾ ബാഗ് പോലീസിന് നൽകിയതുപോലെ. ഡോങ് ചിയോൾ ഗാങ്വോൺ പ്രവിശ്യയിലെത്തുകയും ഇൻചാങ് ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റിന്റെ എല്ലാ സഹായികളെയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ഗീട്ടയ്ക്കും ഡോങ് ചിയോളിനുമിടയിൽ ഒരു കാർ പിന്തുടരൽ നടക്കുന്നു. അവിടെ ഗീട്ടയെ പരാജയപ്പെടുത്താൻ ഡോങ് ചിയോളിന് കഴിയുന്നു. അയാളെ പോലീസിന് കൈമാറുകയും ജീസുവുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. കിങ് ക്രാബിനെ എത്തിക്കുന്നു. അവിടെ ഡോങ് ചിയോളും ജീസുവും ചൂൺസിക്കും അവരുടെ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യുകയും സന്തോഷകരമായ ഭക്ഷണത്തോടെ ആഘോഷിക്കുകയും ചെയ്യുന്നു.